നട്ടലില്ലാത്ത ഗൗതം നമ്മുടെ നന്ദയുടെ കയ്യിൽ നിന്നും കൈവിട്ട് പോകുമോ? അല്ലെങ്കിൽ നന്ദയ്ക്ക് ഗൗതമിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ഗൗതമിനെ നമ്മുടെ പിങ്കിയുടെ ചതി മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ കുറെ ചോദ്യങ്ങളാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വീഴുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിങ്കിക്ക് ഭയങ്കര, പിങ്കിയുടെ ലക്ഷ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചന്ദ്രകാന്തം ആ ഒരു പരമ്പരയിൽ ജയിക്കുന്നത് അല്ലെ. ആകപ്പാട് അർജുന്റെ ആ ഒരു നഷ്ടം, അത് മാത്രമാണ് പിങ്കിക്ക് ഒരു വലിയ നഷ്ടമായിട്ട് ഒരു പരമ്പരയിൽ കാണിക്കുന്നത്. ബാക്കിയെല്ലാം പിങ്കി വിചാരിച്ച സ്ഥലത്താണ് കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഗൗതമിനെ തിരികെ സ്വന്തമാക്കാനുള്ള ആ ഒരു പ്രയത്നത്തിൽ തന്നെയാണ് നമ്മുടെ പിങ്കി. അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു കുഞ്ഞിനെ പിങ്കി അത്രയും റിസ്ക് എടുത്തിട്ട് പോലും തന്റെ ഗർഭപാത്രത്തിലാക്കിയിട്ടുള്ളതും അല്ലെ. അപ്പൊ നമ്മുടെ ഗൗതമാണെങ്കിൽ പതുക്കെ ഗൗതമിനെ ചെറുതായിട്ടൊക്കെ ഒരു സിമ്പതിയും ആ ഒരു സ്നേഹവും ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കി അത് മുതലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഗൗതമിനെ ഒന്ന് ഹഗ് ചെയ്യും, കുഞ്ഞിനെ ഹഗ് ചെയ്തതുപോലെ മതി. പിന്നെ പതുക്കെ വയറൊക്കെ വലുതാകുമ്പോൾ പിങ്കി പറയും, എന്റെ കുഞ്ഞ് ഗൗതമിന്റെ കുഞ്ഞില്ലേ, കുഞ്ഞിനെ വേണമെങ്കിൽ ഉമ്മ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ പിങ്കി നൈസായിട്ട് ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് നമ്മുടെ ഗൗതമിനെ പിങ്കിയിലേക്ക് ഇങ്ങനെ കൂടുതൽ ആകർഷിപ്പിക്കുകയും അടുപ്പിക്കുകയും സ്നേഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇനി നന്ദ കൃത്യം ടൈമിൽ ഇടപെട്ട് പിങ്കി അവിടെ നിന്ന് അകറ്റിയാൽ കൊള്ളാം. അല്ലെങ്കിൽ നമ്മുടെ ഗൗതമിന്റെ പഴയ മനസ്സിലെപ്പോഴും ഒരു പ്രണയം പൊളിഞ്ഞൊരു കിടപ്പുണ്ടായിരുന്നല്ലോ, അത് വീണ്ടും ആ ഒരു എന്താ പറയാ ചിറകൊക്കെ വിരിച്ച് പാറിപ്പറന്ന് നമ്മുടെ പിങ്കിയിലേക്ക് വരാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ഗൗതമിന്റെ ആ ഒരു മാറ്റം അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം. നമ്മുടെ പിങ്കിയിലേക്ക് മാറുമോ, അല്ലെങ്കിൽ നമ്മുടെ നന്ദിയെ തന്നെ ചേർത്ത് നിർത്തുമോ? അല്ലെ കൂട്ടുകാരെ, എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഗൗതമിന്റെ ഇപ്പോഴത്തെ ഒരു നട്ടലില്ലായ്മ വെച്ച് ഗൗതം എങ്ങോട്ടേക്ക് ചായാനായിരിക്കും സാധ്യത? അപ്പൊ എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യോട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.